ജനുവരി 21 ആരംഭിക്കുന്ന ന്യൂസിലാൻഡിനെതിരായ T20 പരമ്പരയ്ക്ക് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ ടീമിന് അപ്രതീക്ഷിത തിരിച്ചടി. മധ്യനിരയിലെ വിശ്വസ്തനും ഫോമിലുള്ള താരവുമായ തിലക് വർമ്മ പരിക്കിനെ തുടർന്ന് പരമ്പരയിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. പരിക്കിനെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ തിലകിന് 4 ആഴ്ചയിലധികം വിശ്രമം വേണ്ടിവരും. ഇതോടെ T20 ലോകകപ്പിന് തൊട്ടുമുമ്പുള്ള സുപ്രധാന പരമ്പരയിൽ തിലകില്ലാതെ പുതിയൊരു ടീം കോമ്പിനേഷൻ കണ്ടെത്തേണ്ട അവസ്ഥയിലാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും കോച്ച് ഗൗതം ഗംഭീറും. എന്നാൽ തിലകിന്റെ അഭാവം മറ്റൊരു സൂപ്പർ താരത്തിന് ടീമിലേക്കുള്ള രാജകീയ തിരിച്ചുവരവിന് വഴിയൊരുക്കിയിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, വെടിക്കെട്ട് വീരൻ ഇഷാൻ കിഷൻ തന്നെ. തിലക് വർമ്മയുടെ ഒഴിവിലേക്ക് ഇഷാൻ കിഷൻ എത്തുമ്പോൾ ഇന്ത്യയുടെ പ്ലേയിങ് 11 എങ്ങനെയായിരിക്കും? വിശദമായി പരിശോധിക്കാം. ഇന്ത്യൻ മധ്യനിരയിൽ ഇടംകൈയ്യൻ ബാറ്ററുടെ റോൾ ഭംഗിയായി കൈകാര്യം ചെയ്തിരുന്ന തിലക് വർമ്മയുടെ അഭാവം നികത്താൻ ഏറ്റവും അനുയോജ്യൻ ഇഷാൻ കിഷൻ തന്നെയാണ്. നിലവിലെ സ്ക്വാഡിൽ സഞ്ജു സാംസൺ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറും ഓപ്പണറുമായതിനാൽ ഇഷാന് പ്ലേയിങ് 11 സ്ഥാനം ഉറപ്പില്ലായിരുന്നു. എന്നാൽ തിലക് പുറത്തായതോടെ 3-ാം നമ്പർ പൊസിഷൻ ഒഴിവ് വന്നിരിക്കുകയാണ്. തിലകിനെ പോലെ തന്നെ ആക്രമിച്ചു കളിക്കുന്ന ഇടംകൈയ്യൻ ബാറ്ററാണ് ഇഷാൻ. ആഭ്യന്തര ക്രിക്കറ്റിൽ അദ്ദേഹം ഇപ്പോൾ സ്വപ്നതുല്യമായ ഫോമിലുമാണ്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി, 200-നടുത്ത് സ്ട്രൈക്ക് റേറ്റിൽ 500-ലധികം റൺസാണ് ഇഷാൻ അടിച്ചുകൂട്ടിയത്. വിജയ് ഹസാരെ ട്രോഫി, വെറും 33 പന്തിൽ സെഞ്ചുറി നേടി ലിസ്റ്റ് എ ക്രിക്കറ്റിലെ വിസ്മയമായി. 2 വർഷമായി ദേശീയ ടീമിന് പുറത്തു നിൽക്കുന്ന ഇഷാന് ലോകകപ്പിന് മുൻപ് തന്റെ കഴിവ് തെളിയിക്കാൻ ഇതിലും മികച്ചൊരവസരം ലഭിക്കാനില്ല. തിലകിന്റെ വിടവ് നികത്താൻ ഇഷാനേക്കാൾ മികച്ചൊരു ഓപ്ഷൻ നിലവിൽ ഇന്ത്യക്കില്ല. തിലക് മാറിയാലും ഓപ്പണിംഗ് കോമ്പിനേഷനിൽ ഇന്ത്യ മാറ്റം വരുത്താൻ സാധ്യതയില്ല. T20 ലോകകപ്പിലും ഇന്ത്യയുടെ വജ്രായുധങ്ങൾ മലയാളി താരം സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയുമായിരിക്കും. സഞ്ജു സാംസൺ ഓപ്പണർ റോളിൽ ഹാട്രിക് സെഞ്ചുറി നേട്ടത്തിനടുത്തെത്തിയ സഞ്ജു ഇപ്പോൾ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിലാണ്. അഭിഷേക് ശർമ്മ ആദ്യ പന്ത് മുതൽ ആക്രമിക്കുന്ന അഭിഷേകിന്റെ ശൈലി പവർ പ്ലേയിൽ ഇന്ത്യക്ക് വലിയ മുൻതൂക്കം നൽകുന്നു. ഇവരിൽ ഒരാൾക്ക് പരിക്കേറ്റാൽ മാത്രമേ ഇഷാൻ കിഷനെ ഓപ്പണിംഗിലേക്ക് പരിഗണിക്കൂ. അതുവരെ ഇഷാൻ 3-ാം നമ്പറിൽ കളി നിയന്ത്രിക്കും. സൂര്യകുമാർ യാദവ് അഗ്നി പരീക്ഷ, 4-ാം നമ്പറിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്നെയാകും ഇറങ്ങുക. എന്നാൽ സൂര്യയെ